10% ഡിസ്കൗണ്ട് ഇതിൻ്റെ മുകളിൽ നൽകുന്നു എന്ന് വിചാരിക്കുക. ആണെങ്കിൽ 100 രൂപയുടെ നികുതിക്ക് മുമ്പ് 100 രൂപ വിലയുള്ള വസ്തുവിൻ്റെ വില 90 രൂപ എന്ന നിലയിലേക്ക് കുറയും. അതിൻ്റെ മുകളിലാണല്ലോ GST വരുന്നത്. 20% GST കൂടെ വരുമ്പോൾ 90 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 18 രൂപ വരും. അപ്പോൾ മൊത്തം വില 108 രൂപ എന്ന നിലയിൽ മാറും. ഇതായിരുന്നു ഈ നികുതി പരിഷ്കരണത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതി. ഇനിയിപ്പം നികുതി പരിഷ്കരണത്തിൻ്റെ ഫലമായി നികുതി നിരക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. 20-ൽ നിന്ന് നികുതി നിരക്ക് 10% എന്ന നിലയിൽ കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ ഈ കണക്കുകൾ എടുക്കുന്നതിന് കാര്യം മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. 100 രൂപയുടെ നികുതിക്ക് മുമ്പ് 100 രൂപ വിലയുള്ള വസ്തുവിൻ്റെ പുതിയ MRP 10% നികുതി കൂടി ചേരുമ്പോൾ 110 രൂപ എന്ന നിലയിലേക്ക് മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് MRP 120 ആയിരുന്നു. നികുതി നിരക്ക് കുറഞ്ഞതിൻ്റെ ഫലമായി ഇനിയിപ്പോൾ MRP 110 രൂപയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപഭോക്താവിനെ സംബന്ധിച്ച് മുമ്പ് 120 രൂപ കൊടുത്തിരുന്ന വസ്തു ഇനിയിപ്പോൾ 110 രൂപയ്ക്ക് വാങ്ങാനായിട്ട് കഴിയും. 10 രൂപയുടെ വില യഥാർത്ഥത്തിൽ കുറയും. പക്ഷേ യഥാർത്ഥത്തിൽ മുമ്പ് സംഭവിച്ചിരുന്നത് ഇതല്ലല്ലോ. മുമ്പ് സംഭവിച്ചിരുന്നത് ഈ ഡീലർമാരായാലും ഉൽപ്പാദകരായാലും സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഡിസ്കൗണ്ട് നൽകിയിരുന്നു. അപ്പോൾ മുമ്പ് 90 രൂപയ്ക്ക് അവർ വിറ്റിരുന്നത്. അതിൻ്റെ മുകളിലായിരുന്നു നികുതിയും വന്നിരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നികുതി നിരക്കിൽ കുറവ് വന്നതുകൊണ്ട് അവർ മുമ്പ് കൊടുത്തിരുന്ന ഡിസ്കൗണ്ടുകൾ ഇനി കൊടുക്കേണ്ടി വരില്ല. പഴയ രീതിക്കായിരുന്നുവെങ്കിൽ 108 രൂപയ്ക്ക് ഈ സാധനം വാങ്ങാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് 110 രൂപയ്ക്ക് ഈ സാധനം വാങ്ങേണ്ട ഒരു നിർബന്ധിത സാഹചര്യം രൂപം കൊള്ളും.